കുഞ്ഞോളെ പറയാം, നമുക്ക് പുതിയൊരു സെക്ഷനിലേക്ക് പോകാം. ഇവിടെ നമ്മൾ സർഫസ് കെമിസ്ട്രിയുടെ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ. ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ. ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ. എന്റെ മക്കളെ, നിങ്ങൾക്ക് അറിയാമല്ലോടാ, അഡ്സോർപ്ഷനില് അഡ്സോർബന്റിന്റെ സർഫസിൽ അഡ്സോർബേറ്റ് മോളിക്യൂൾസ് പറ്റിപ്പിടിക്കുകയല്ലേ. അങ്ങനെ പറ്റിപ്പിടിക്കണമെങ്കിൽ അഡ്സോർബന്റിനും അഡ്സോർബേറ്റിന്റെയും ഇടയ്ക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യണ്ടേ. ഒന്ന് മറ്റൊന്നിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ ഈ ഒന്നിനെ മറ്റൊന്ന് ഒരു പ്രത്യേക ഫോഴ്സ് വഴി ബൈൻഡ് ചെയ്യണ്ടേ, അല്ലേ? There should be a particular type of force between adsorbate and adsorbent. Depending on the nature of that force acting between adsorbate and adsorbent, adsorbate absorption process is classified into two. Okay? Adsorptionil adsorbentന്റെയും, ഇതാണ് അഡ്സോർബന്റ് എന്ന് വിചാരിക്കുക, അതിന്റെ സർഫസിൽ പറ്റിപ്പിടിക്കുന്ന അഡ്സോർബേറ്റിന്റെ ഇടയ്ക്ക് എന്തായാലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ആ ഫോഴ്സിന്റെ നേച്ചർ എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ the process of adsorption is classified into two. Okay? ഒന്നാമത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ. കേൾക്കണം, ഫിസിക്കൽ അഡ്സോർപ്ഷൻ. Physical adsorption. And second one is chemical adsorption. ഈ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഉണ്ടല്ലോടാ, അതിനെ നമുക്ക് എങ്ങനെ പറയാം? ഫിസിസോർപ്ഷൻ. എന്താണ് ഫിസിസോർപ്ഷൻ? ഫിസിസോർപ്ഷൻ. Chemical adsorption can be written as chemisorption. Chemisorption. अब physisorption, chemisorption. Physisorption, chemisorption. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഫിസിസോർപ്ഷനും കെമിസോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ് എന്തിനറിയാവോ? എന്തിന്റെ അടിസ്ഥാനത്തിലാ ക്ലാസിഫിക്കേഷൻ നടത്തിയത്? നമ്മൾ ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ഫോഴ്സ് അല്ലേ. ആ ഫോഴ്സുകൾ തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഇവർ തമ്മിലുള്ള ഒന്നാമത്തെ ഡിഫറൻസ്. ഇവിടെ എന്തിനറിയാവോ? ഹിയർ ഇൻ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഓർ ഫിസിസോർപ്ഷൻ, adsorbate molecules are held on the adsorbent surface by weak van der Waals forces. That means by physical force. ഇവിടെ അഡ്സോർബന്റിന്റെ സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്ത് വഴിയാണ്? വീക്ക് വാൻ ഡർ വാൾ ഫോഴ്സ് വഴിയാണ്. നമ്മളതിനെ ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറയാറുണ്ടല്ലോ. എന്താണ് വീക്ക് വാൻ ഡർ വാൾ ഫോഴ്സ്? വീക്ക് വാൻ ഡർ വാൾ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഞാൻ എഴുതേണ്ട കാര്യമില്ലല്ലോ, എഴുതാം. ഓക്കെ, ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ്, ദി ഫോഴ്സ് ഓഫ്, ഞാൻ സിമ്പിൾ ആയിട്ട് എഴുതാവേ, ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് weak van der Waals forces. എന്റെ മക്കൾ നോക്കണ, നിങ്ങൾ നോക്കി തരാം. ഇതാ ഇവിടെ ഈ കളർ പിഗ്മെന്റ്, ഈ ചോക്ക് ഇത് ബോർഡിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്തത് എന്ത് വഴിയാണ്? സിമ്പിൾ എന്താണ്? അഡിസീവ് ഫോഴ്സ് വഴിയാണ്. വിച്ച് ഈസ് ദി വീക്ക് ഫോഴ്സ്, ഫിസിക്കൽ ഫോഴ്സ് അല്ലേ. അപ്പൊ ഇത് നോക്കിയാ, ഇതിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസോർബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഫോഴ്സ് വീക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചത് വീക്ക് ഫോഴ്സ് ആണ്. വീക്ക് ഫോഴ്സ് ആണ്. ഓക്കെ, ഇവിടെ അഡ്സോർബന്റ് ബോർഡാണ്. ബോർഡിന്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യുന്ന അഡ്സോർബേറ്റ് ഇതിലെ കളർ പിഗ്മെന്റുകളാണ്. അപ്പൊ ഈ കളർ പിഗ്മെന്റ് ഇതിന്റെ മുകളിൽ അഡ്സോർബ് ചെയ്തത് വീക്ക് വാൻ ഡർ വാൾ ഫോഴ്സ്, ഹിയർ ദാറ്റ് ഈസ് അഡിസീവ് ഫോഴ്സ് വഴിയാണ്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയി? ഓക്കെ. അതേ സമയം കെമിക്കൽ അഡ്സോർപ്ഷനിലെ അഡ്സോർബേറ്റിനെ അഡ്സോർബന്റിന്റെ സർഫസിൽ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ ഫോഴ്സുകളാണ്. അതായത് കെമിക്കൽ ഫോഴ്സ്, കെമിക്കൽ ബോണ്ട്, അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്. ഓക്കെ, അപ്പോ ഹിയർ
the force of attraction is strong chemical bonds. അപ്പോൾ ഒന്നാമത്തത് ഫോഴ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സ്, സ്ട്രോങ് കെമിക്കൽ ബോൺസ്. രണ്ടാമത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം ഇതിൽ ഓർമ്മിച്ചെടുക്കാൻ ഈസിയാണോ? ഈസിയാണ്. ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്. എന്താ പറഞ്ഞതിന്റെ മീനിങ്? അതേസമയം ഇത് സ്പെസിഫിക് ആണ്. ഇത് സ്പെസിഫിക് ആണ്. കെമിക്കൽ അബ്സോർപ്ഷൻ സ്പെസിഫിക് ആണ്. ഇറ്റ് ഈസ് സ്പെസിഫിക് ഇൻ നേച്ചർ. എന്ന് പറഞ്ഞാൽ അറിയാവാ, ഈ ഫിസിക്കൽ അബ്സോർപ്ഷനിൽ ഒരു അബ്സോർബന്റിന്റെ സർഫസിൽ ആര് വേണമെങ്കിലും അബ്സോർബ് ചെയ്യാം. ഏത് അബ്സോർബന്റിന്റെ സർഫസിൽ ഏത് അബ്സോർബേറ്റ് വേണമെങ്കിലും അബ്സോർബ് ചെയ്യാം. ഇതിന്റെ കാര്യം തന്നെ നോക്കിക്കോ. ഈ ചോക്കിൽ എഴുതാം, ആ ചുമരിൽ എഴുതാം, പോട്ടെ. ഇപ്പൊ എന്റെ ഈ സ്കിന്നിൽ ഇപ്പൊ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസുകൾ പറ്റി പിടിച്ചിട്ടുണ്ട്. ആ ഗ്യാസിനെ എന്റെ കുപ്പായത്തിൽ പറ്റി പിടിക്കാം, ഈ കുപ്പായത്തിൽ വേറെ ഗ്യാസ് പറ്റി പിടിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, ഇന്ന സർഫസിൽ ഇന്ന ആൾക്കാരെ അബ്സോർബ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇവിടെ ഇല്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ഇന്ന അബ്സോർബന്റിന്റെ സർഫസിൽ ഇന്ന അബ്സോർബ് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. ഏത് അബ്സോർബന്റിന്റെ സർഫസിലും ഏത് അബ്സോർബേറ്റ് വേണമെങ്കിലും അബ്സോർബ് ചെയ്യാം. അവിടെ ഒരു സ്പെസിഫിക്കേഷൻ ഇല്ല. അതേസമയം ഇത് സ്പെസിഫിക് ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം രണ്ടെണ്ണം തമ്മിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാലേ അവിടെ എന്താ പറയുക, കെമിക്കൽ അബ്സോർപ്ഷൻ നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നടക്കൂല. ഓക്കെ, രണ്ടെണ്ണം തമ്മിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇപ്പൊ റെസ്റ്റിംഗ് ഒരു കെമിക്കൽ ചേഞ്ചാണ്. അപ്പൊ ഇരുമ്പിന്റെ സർഫസിൽ ആ റെസ്റ്റ് ഫോം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതേസമയം സ്വർണം വായുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. സ്വർണത്തിന്റെ സർഫസിൽ എന്ത് സംഭവിക്കുന്നില്ല? കെമിക്കൽ ഇന്ററാക്ഷൻ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എയർ എന്ന് പറയുന്ന സാധനം, എയർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ്, എയർ എന്ന് പറയുന്ന ഫേസ് സ്വർണമാകുന്ന അബ്സോർബന്റിന്റെ സർഫസിൽ കെമിക്കൽ അബ്സോർപ്ഷൻ നടത്തുന്നില്ല. അവിടെ ഫിസിക്കൽ അബ്സോർപ്ഷനേ ഉള്ളൂ. എയർ സ്വർണത്തിന്റെ സർഫസിൽ പറ്റി പിടിക്കുന്നുണ്ട്, അത് കെമിക്കൽ അല്ല, അത് ഫിസിക്കലാണ്. എന്താ അവിടെ കെമിക്കൽ നടക്കുന്നില്ല? അവിടെ നടക്കത്തേയില്ല, ഒരിക്കലും നടക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ കെമിക്കൽ ചേഞ്ച് നടക്കാനുള്ള സാഹചര്യമില്ല. ഇപ്പൊ ക്ലിയർ ആണോ? അപ്പോ എന്താണ് സ്പെസിഫിക്, എന്താണ് സ്പെസിഫിക് അല്ലാത്തത് എന്ന് പറയാനുള്ള കാരണം മനസ്സിലായി. അടുത്തത് മൂന്നാമത്തത്, ഏത് അബ്സോർപ്ഷനുമായിക്കൊള്ളട്ടെ, ഫിസിക്കൽ അബ്സോർപ്ഷൻ ആവട്ടെ കെമിക്കൽ അബ്സോർപ്ഷൻ ആവട്ടെ, അബ്സോർപ്ഷൻ എക്സോതെർമിക് ആണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സർഫസ് എനർജി കുറയുന്നത് കാരണം എന്തായാലും അബ്സോർപ്ഷന്റെ സമയത്ത് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യപ്പെടും ആണല്ലോ. ആ ഉണ്ടാകുന്ന ഒരു മോൾ അബ്സോർബന്റിന്റെ സർഫസിൽ അബ്സോർബ് ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ആ ഹീറ്റിനെ മോളിൽ ഒരു പേര് നമ്മൾ പറഞ്ഞിന്, എൻതാൽപ്പി ഓഫ് അബ്സോർപ്ഷൻ. അത് ഇവിടെ കുറവാണ്. എന്തേ? ബോണ്ട് സ്ട്രോങ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ സർഫസ് എനർജി കാര്യമായിട്ട് ഇവിടെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോഴല്ലേ സർഫസ് എനർജി നല്ലോണം കുറയുക, നല്ലോണം എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അപ്പോഴല്ലേ. ഇത് വീക്കായിട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് എത്രത്തോളം എനർജി, സർഫസ് എനർജി കുറയുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ സർഫസ് എനർജിയിൽ കാര്യമായ ഡിക്രിമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജി കുറവായിരിക്കും. ദാറ്റ് മീൻസ് എൻതാൽപ്പി ഓഫ് അബ്സോർപ്ഷൻ ഈസ് ലോ. Enthalpy of absorption is low. കുറവാണ്. അതേസമയം ഇവിടെ എന്താ അറിയോ? സ്ട്രോങ് ബോണ്ടാണ്. സ്ട്രോങ് കെമിക്കൽ ബോണ്ടുകൾ ഫോം ചെയ്യുമ്പോൾ നല്ലോണം എനർജി ലിബറേറ്റ് ചെയ്യപ്പെടും. സിസ്റ്റം കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നത് കൊണ്ട്. സോ enthalpy of absorption is high. Enthalpy of absorption is high. അടുത്തത് നാലാമത്തത്, നമ്മൾ പറഞ്ഞു
പിന്നെ അഡ്സോർപ്ഷൻ സംഭവിക്കുമ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. അത് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ആണെന്ന് പറഞ്ഞു. ഇനി ഈ ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും എല്ലാം ഒരേപോലെ സംഭവിക്കില്ല. രണ്ടിനും വേറെ വേറെ സാഹചര്യങ്ങളാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. തെർമോഡൈനാമിക് ഓഫ് അഡ്സോർപ്ഷൻ പറയുന്ന സമയത്ത് ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കണമെങ്കിൽ കേൾക്കണേ. തെർമോഡൈനാമിക് ഓഫ് അഡ്സോർപ്ഷൻ പറയുന്ന സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ അഡ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കണമെങ്കിൽ നല്ലത് ലോ ടെമ്പറേച്ചറാണ്. അത് പക്ഷേ ഫിസിക്കൽ അഡ്സോർപ്ഷൻ മാത്രമേ ബാധകമായിട്ടുള്ളൂ. കെമിക്കൽ അഡ്സോർപ്ഷൻ അങ്ങനെയല്ല. അതായത് ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ. നേരെ കേൾക്കണം. ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ ഫിസിസോർപ്ഷൻ. എന്ന് ഞാൻ പറഞ്ഞില്ല, ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, ടെമ്പറേച്ചറിന് ഇഫക്റ്റ് പറയാനുണ്ട്. ദിസ് ഇസ് ഡെൽറ്റ ജി. അപ്പൊ ഈ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. അപ്പൊ പ്രോസസ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഇങ്ങനെ ആവണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ലോ ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടി ഇനി വിചാരിക്കാം. നല്ലോണം ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നല്ലോണം കേൾക്കണം. ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ ഇങ്ങനെ ആവും. ഇങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ജി പോസിറ്റീവ് ആവും. ഇങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ജി പോസിറ്റീവ് ആവുമെന്ന്. അതായത് അഡ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് സ്പോണ്ടേനിയസ് അല്ല. അപ്പോ റിവേഴ്സ് പ്രോസസ്സിന്റെ ഡെൽറ്റ ജി നെഗറ്റീവ് ആവില്ലേ? അഡ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സിന്റെ ഡെൽറ്റ ജി പോസിറ്റീവ് ആണ്. അതിന്റെ റിവേഴ്സ് പ്രോസസ്സിന്റെ ഡെൽറ്റ ജി എന്താവും? നെഗറ്റീവ് ആവും. റിവേഴ്സ് പ്രോസസ്സിന്റെ പേരെന്താ? ഡിസോർപ്ഷൻ. ഡിസോർപ്ഷന്റെ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും എന്ന് പറഞ്ഞാൽ ഡിസോർപ്ഷൻ എന്നുള്ളത് എന്താവും? സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. ഡിസോർപ്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നു പോയതാണ്. That means low temperature is favorable for adsorption, and this adsorption decreases with the increase in temperature. Temperature increase ചെയ്യുമ്പോൾ adsorption കുറയും. ഏത്? ഫിസിക്കൽ അഡ്സോർപ്ഷൻ. അതേസമയം ഈ കെമിക്കൽ അഡ്സോർപ്ഷനിൽ നല്ലത് ഏതെന്ന് അറിയാവോ? ഹൈ ടെമ്പറേച്ചർ ആണ് ഫേവറബിൾ. കാരണം നമ്മൾ പിന്നീട് പറയുമെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് പറയാം. കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടക്കണ്ടോ? കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടക്കണമെങ്കിൽ നല്ലോണം എനർജി തുടക്കത്തിൽ വേണമല്ലോ. ബോണ്ട് ബ്രേക്കിങ്ങിന് മറ്റുമായിട്ട് പൊല്യൂഷൻ നടക്കണ്ടേ? ആക്ടിവേഷൻ ഇഫക്റ്റീവ് ആയിട്ടുള്ള പൊല്യൂഷൻ നടക്കണമെങ്കിൽ മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി കൂടണം. അതിന് ടെമ്പറേച്ചർ നല്ലത് ഹൈ ടെമ്പറേച്ചർ ആണ് ഫേവറബിൾ. സോ ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തത്. ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. എന്താ? It is reversible, but it is generally it is not reversible, irreversible. Adsorption reverse process പേരെന്താ? ഡിസോർപ്ഷൻ. ഇവിടെ ഡിസോർപ്ഷൻ ഈസി ആണ്, അവിടെ ഡിസോർപ്ഷൻ ഈസി അല്ല. അതെന്താ? ഇപ്പൊ നോക്കുക, ഗ്യാസ് പറ്റി പിടിച്ചിട്ടുണ്ട്, പോയി, അത് പോയി. അപ്പൊ വേറെ ആള് എനിക്ക് മാറ്റാം. ഫിസിക്കൽ അഡ്സോർപ്ഷൻ നിങ്ങൾക്ക് എന്താക്കാം? ഡിസോർപ്ഷൻ എന്നുള്ള പ്രോസസ് ഈസി ആയിട്ട് നടത്താൻ ഡിസോർപ്ഷൻ. ഓക്കെ, അപ്പോ ഇത് വളരെ ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാം. അവിടെ അങ്ങനെയല്ല. റിവേഴ്സ് ചെയ്യണമെങ്കിൽ നേരത്തെ ഫോം ചെയ്യുന്ന സ്ട്രോങ് കെമിക്കൽ ബോണ്ടെല്ലാം ബ്രേക്ക് ചെയ്യാൻ നല്ലോണം പ്രയാസമുണ്ട്. ഓൾറെഡി ഫോം ചെയ്യിപ്പിക്കാനൊക്കെ ചിലപ്പോൾ നമ്മൾ എനർജി കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അതിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജനറലി അത് ഇറവേഴ്സിബിൾ ആണ്. കാരണം കെമിക്കൽ ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ചസ് ആർ ഇറവേഴ്സിബിൾ. ഓക്കെ, നെക്സ്റ്റ് ആറാമത്തത് ആക്ടിവേഷൻ
activation energy needed is very small. Low activation energy is needed. അത് ചിലപ്പോൾ വേണമെന്നില്ല. ആക്ടിവേഷൻ എനർജി എന്തെന്ന് അറിയാത്ത മക്കളല്ലല്ലോ നിങ്ങൾ. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ പറഞ്ഞിട്ടുണ്ട് ലോ ആക്ടിവേഷൻ എനർജി ഈസ് നീഡഡ്. അത് ചിലപ്പോൾ വളരെ കുറവാവാം. ഇവിടെ അങ്ങനെയല്ല. ആക്ടിവേഷൻ എനർജി കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ തുടക്കത്തിൽ നല്ലോണം ആക്ടിവേഷൻ എനർജി സപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ ഹിയർ ആക്ടിവേഷൻ എനർജി നീഡഡ് ഈസ് വെരി ഹൈ. ഇനി ലാസ്റ്റ് ഏഴാമത്തത്. ഇപ്പൊ ഇതൊരു അഡ്സോർബന്റ് സർഫസ് ആണെന്ന് വിചാരിക്കുക. അതിന്റെ മുകളിലേക്ക് ഗ്യാസ് മോളിക്യൂൾസ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്തു. അങ്ങനെ അതിന്റെ സർഫസിൽ ഗ്യാസ് മോളിക്യൂളിന്റെ ഒരു ലെയർ ഉണ്ടായി. ഈ ഉണ്ടായ ഒരു ലെയറിന്റെ മുകളിൽ വീണ്ടും വേറെ ഗ്യാസ് മോളിക്യൂൾസ് വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യുക. അങ്ങനെ വീണ്ടും വേറൊരു ലെയർ ഉണ്ടാവാം. കാരണം വാൻ ഡെർ വാൾ ഫോഴ്സ് യൂണിവേഴ്സൽ ഫോഴ്സ് ആണല്ലോ. ദെൻ അതിന്റെ മുകളിൽ വീണ്ടും വേറൊരു ലെയർ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ ഒരുപാട് ഗ്യാസ് മോളിക്യൂളിന്റെ ഒരു ലെയർ ഉണ്ട്, അതിന്റെ മുകളിൽ വേറൊരു ലെയർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ലെയറുകൾ ഫോം ചെയ്യാം. ദാറ്റ് മീൻസ് ഹിയർ മൾട്ടി മോളിക്കുലാർ ലെയേഴ്സ് ക്യാൻ ബി ഫോംഡ്. എന്താണ് മൾട്ടി മോളിക്കുലാർ ലെയേഴ്സ് ക്യാൻ ബി ഫോംഡ്. ഇനി ഇവിടെ അങ്ങനെയല്ല. നേരെ നോക്ക്, ഒരു സർഫസിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വീണ്ടും ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യൂല. ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു അഡ്സോർബന്റിന്റെ സർഫസിൽ ഒരു ലെയർ അഡ്സോർബേറ്റ് ചെയ്യേണ്ടാവുള്ളൂ. സോ ഫോം ഓൺലി യൂണിമോളിക്കുലാർ ലെയർ. ഓക്കെ, ഇത്രയാണ് ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇനി ഇത് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് 2 പോയിന്റുകൾ കൂടി അവിടെ പറഞ്ഞു തരാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റുകളാണ്. ഒന്ന്, അഡ്സോർപ്ഷൻ, ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആവട്ടെ കെമിക്കൽ അഡ്സോർപ്ഷൻ ആവട്ടെ, അഡ്സോർബന്റ് മോളിക്യൂൾസിന്റെ സർഫസ് ഏരിയ കൂടുതലാണ് എങ്കിൽ 2 അഡ്സോർപ്ഷന്റെയും റേറ്റ് കൂടും. സോ the rate of adsorption increases. Rate of adsorption increases with the increase in surface energy. Okay, go. ഒരു പോയിന്റ് കൂടി മക്കളെ, ഒരു പോയിന്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരു പോയിന്റ് കൂടി, അതായത് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ ഫിസിക്സ് ഓപ്ഷൻ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ കെമിക്സ് ഓപ്ഷൻ. ഈ ലോ ടെമ്പറേച്ചറിൽ ഫിസിക്സ് ഓപ്ഷൻ ആയൊരു പ്രോസസ്സ് ഹൈ ടെമ്പറേച്ചറിൽ കെമിക്സ് ഓപ്ഷൻ ആവാം. അതായത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ കെമിക്കൽ അഡ്സോർപ്ഷനിലേക്ക് ട്രാൻസിഷൻ നടക്കാം. അതായത് ഇപ്പൊ നമ്മളൊരു നിക്കൽ സർഫസ് എടുത്തു. നിക്കലിനെ ഹൈഡ്രജൻ എൻവയോൺമെന്റിൽ വെച്ച് കഴിഞ്ഞാൽ നിക്കലിന്റെ സർഫസിലെ ഹൈഡ്രജൻ ഗ്യാസ് ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് എന്താവും എന്ന് പറഞ്ഞെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ വഴി അബ്സോർബ് ചെയ്യും. ഇതിനെ മുകളിൽ പറ്റി പഠിക്കും. അത്രയും നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ഹൈ ടെമ്പറേച്ചറിലേക്ക് എത്തിയാൽ എന്താവുന്ന അറിയോ, ഈ ഹൈഡ്രജൻ മോളിക്യൂള് ഹൈഡ്രജൻ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജന്റെ ആറ്റമായിട്ട് മാറും. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്താണ്, അൺസ്റ്റേബിൾ ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പൊ എന്താണ് പറയുക, ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ നേരത്തെ കാണും. ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ നിക്കലുമായിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടും. എന്നിട്ട് നിക്കൽ ഹൈഡ്രൈഡ് എന്നുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ, അതായത് ലോ ടെമ്പറേച്ചറിൽ ഫിസിക്സ് ഓപ്ഷൻ ആയ പ്രോസസ്സ് ഹൈ ടെമ്പറേച്ചറിൽ കെമിക്സ് ഓപ്ഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എക്സ്റ്റെന്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യും. ഓക്കെ.